ആനക്കര സ്വാമിനാഥ വിദ്യാലയത്തിൽ ശതാബ്ദി ആഘോഷം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടി. ആഘോഷത്തിന്റെ ഭാഗമായി ഗസൽ വിരുന്ന്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിവിധ കലാപരിപാടികളും നടന്നു. MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ജനപ്രതിനിധികൾ, കലാ-സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരും സന്നിഹിതരായി. അധ്യാപകരുടെ സ്വാഗതഗാനത്തോടെയായിരുന്നു ശതാബ്ദി ആഘോഷത്തിന്റെ പരിപാടികൾക്ക് തുടക്കം. ഓർമ്മകൾ നിറയട്ടെ, അകമേ പരിഭവമേഘം പൊഴിയട്ടെ, പീലികൾ വിടരട്ടെ, ഉള്ളിൽ മാഞ്ഞൊരു സ്നേഹം. ആനക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മാറ്റത്തിന് സ്വാമിനാഥ വിദ്യാലയം വഹിച്ച പങ്ക് ചെറുതല്ലെന്ന് മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു. സ്വാമിനാഥൻ എന്ന പേര് വന്നത് അവരുടെ മകളാണ് ക്യാപ്റ്റൻ ലക്ഷ്മി, അവരുടെ മകളാണ് സുഭാഷിണി അലി. അപ്പം ഞാൻ പറയുന്നത്, ആനക്കര എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സ്വാതന്ത്ര്യ സമര പോരാളികളായ കുട്ടിമാളുമ്പയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ ലക്ഷ്മി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ, അതിന് അനന്തരമായ ഒരുപാട് ആളുകൾ, ഭരണഘടനാ അസംബ്ലിയിലുണ്ടായിരുന്ന അമ്മ ഉൾപ്പെടെ, പിന്നെ അവരുടെ താവഴികളുണ്ട്. അങ്ങനെയാണ് ആനക്കരയിൽ ഒരു സ്കൂൾ തുടങ്ങണമെന്ന് ആ കാലത്ത് ആലോചിച്ച് അതിന് ആവശ്യമായി വരുന്ന സ്ഥലം സംഭാവന ചെയ്ത് ആദ്യം LP സ്കൂളാണ് ആരംഭിച്ചത്. പിന്നീട് ആ UP സ്കൂളാക്കി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലും സമ്മർദ്ദവും ആനക്കര വടക്കത്ത് തറവാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രരേഖകൾ പരാമർശിക്കപ്പെടുകയാണ്. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല MLAയുമായ മന്ത്രി MB രാജേഷ് പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കിഫ്ബിയിൽ നിന്ന് 3,90,00,000 രൂപയുടെ ഒരു കെട്ടിടം അവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശതാബ്ദി വർഷത്തിൽ തന്നെ അതിന് ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ നിർമ്മാണം അതിവേഗത്തിലാണ് നടക്കുന്നത്. അതിന് പുറമെ ഒരു ശതാബ്ദി കവാടവും MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നതാണ് എന്നറിയിക്കുന്നു. അമ്മു സ്വാമിനാഥൻ്റെ പടം ഇവിടെ കാണാനുണ്ട്. ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അമ്മു സ്വാമിനാഥൻ്റെ പ്രത്യേകത, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന 4 വനിതകളിൽ ഒരാളാണ് ആനക്കരക്കാരിയായ അമ്മു സ്വാമിനാഥൻ. ഇത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75-ാം വർഷമാണ്. ഈ ജനുവരി 26-ന് നമ്മൾ 75-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാലയത്തിന് അമ്മു സ്വാമിനാഥൻ്റെ പേര് ഇപ്പോൾ സ്വാമിനാഥ വിദ്യാലയം എന്നാണ് അത് അറിയപ്പെടുന്നത്. അമ്മു സ്വാമിനാഥൻ്റെ തന്നെ പേരിൽ അറിയപ്പെടേണ്ട ഒരു വിദ്യാലയമാണിത്. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അധ്യക്ഷനായി. VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുക, വിളിക്കുക, പറയുക, പോവുക, സ്നേഹിക്കുക, കൈകൊടുക്കുക, കെട്ടിപ്പിടിക്കുക. അത്തരത്തിൽ നമ്മുടെ ഓർമ്മകളിലൂടെ ഈ വിദ്യാലയം നമ്മുടെ പ്രകാശഗോപുരമാണ്. ഇടയ്ക്ക് ഇവിടെ വരിക, എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമ്പോൾ ഈ വിദ്യാലയത്തിന് എന്തെങ്കിലും സഹായിക്കുക, അതൊരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തത് ആരും കണക്ക് പറയാറില്ല, കൊടുത്തതിൻ്റെ കണക്കേ പറയൂ. 75 വയസ്സായിട്ട് ഒരാൾ മരിച്ചിട്ട് അനുശോചന യോഗത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? 75 വയസ്സിനിടയിൽ 50 കിലോന്റെ 250 ചാക്കരി തിന്നിട്ട് അയാൾ മരിച്ചെന്ന് ആരും പ്രസംഗിച്ചിട്ടുണ്ടോ? മലയാളി 75 വയസ്സിനിടയിൽ 125 കിൻഡൽ അരി തിന്നു, അറിയോ? എന്ന് പറഞ്ഞാൽ 50 കിലോന്റെ 250 ചാക്ക് തിന്നിട്ട് ഒരു 5-6 ആൾ ഇടിയിരിക്കുന്നത്. ഈ തിന്നതാരും പറയാറില്ല. എന്നാൽ കോവിഡില് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് 4 ചാക്ക് അരി ഫ്രീ കൊടുത്തിട്ടുണ്ട്, അത് പറയും അല്ലേ? അതുകൊണ്ട് കൊടുക്കുക. തേന തെക്തേന ഭുഞ്ചീതാ, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്നാണ് ഈശാവാസ്യോപനിഷത്തിലെ ആ ശ്ലോകത്തിന്റെ. പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ, ഷറഫുദ്ദീൻ കളത്തിൽ, VT ബൽറാം, ശങ്കുട്ടി ദാസ്, PTA പ്രസിഡന്റ് KP പ്രജീഷ്, MP സതീഷ്, PN മോഹനൻ, PK ബഷീർ, P ബാലകൃഷ്ണൻ, KP മുഹമ്മദ്, PC രാജു, KV ബാലകൃഷ്ണൻ, T ഷൈജു, KP അശ്വതി, PK ബാലചന്ദ്രൻ, രാജഗോപാൽ, K രവീന്ദ്രകുമാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഗസൽ വിരുന്ന്, പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ,
ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ. നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൽ, നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൽ നിർവൃത്തിയെല്ലാം പകരാം ഞാൻ. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം നടന്നോരും പല പാട്ടി കുന്നുകയറുന്നേ. NCV ന്യൂസ് തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.